ഞങ്ങളെ ഡി അഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങൾക്ക് ഈ ലഹരിയിൽ നിന്നും ഞങ്ങൾക്ക് വിടുവിക്കണേ. ഇപ്പം കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും. പോലീസിനോടാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ഡി അഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകൂ, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തരാവണം എന്നൊക്കെയുള്ള തരത്തിലുള്ള കരച്ചിലുകളും നിലവിളികളുമാണ് ഇരുവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡി അഡിഷൻ സെന്ററിലേക്ക് ഇരുവരെയും കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായമാണ് ഇരുവരിപ്പോൾ പോലീസിലെ അറിയിച്ചിരിക്കുന്നത്. അത് തന്നെയായിരിക്കാം ഇനി കോടതിയിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമുക്കറിയാം ഷൈനൊക്കെ ഇപ്പം അന്ന് ഈ പറഞ്ഞതുപോലെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോൾ സിനിമയിലെ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമാ ചിത്രീകരണത്തിനിടയിൽ തന്നെ ഷൈൻ ഈ പറഞ്ഞത് വെളുത്ത പൊടി സംസാരിക്കുമ്പോൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്, വെളുത്ത പൊടി ഇങ്ങനെ പാറുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടി എന്ന് പറഞ്ഞിരുന്നു, വിൻസി എന്ന് പറഞ്ഞിരുന്നു. അപ്പം അത്തരത്തിൽ 24 മണിക്കൂർ മയക്കുമരുന്നിന് അടിമയായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ കസ്റ്റഡിയിലും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ കൃത്യമായ സമയത്തിനുള്ളിൽ ഈ ലഹരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിഭ്രാന്തി ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നിലവിൽ ഇനിയിപ്പോൾ ഷൈന് കൊടുക്കുവാൻ നേരത്തെ വിതരണം ചെയ്തവർ ഇപ്പോൾ മെനക്കെടില്ല. കാരണം അവരെയും ഇത്തരത്തിൽ പോലീസ് പൊക്കുമെന്നുള്ളത് അറിയാതുകൊണ്ട് ഇതിൻ്റെ ലഭ്യത കിട്ടുന്നില്ല. ഇപ്പോൾ ഷൈൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുവരും ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ശാരീരിക മാറ്റങ്ങൾ ഒരു വിഭ്രാന്തിയിലേക്ക് നയിക്കും. അവരതിനെ റിക്കവർ ചെയ്യാൻ വളരെയധികം പാടുപെടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലായിരിക്കാം ഇപ്പോൾ ഞങ്ങളെ ഡി അഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള തടയിടലിനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ വീണ്ടും പുറത്തിറങ്ങുന്ന ഇരുവരും വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. എന്നാൽ തങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മോചനം വേണം, ഞങ്ങൾക്ക് രക്ഷപ്പെടണം, ഞങ്ങളുടെ ലഹരി നിന്ന് ഞങ്ങൾക്ക് വിടുവിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു കരിയർ, നല്ല 2 കലാകാരന്മാരായിട്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ തിരിച്ചെത്തണം എന്നുള്ള നിലയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇതിനിടയിൽ തന്നെയാണ് റാപ്പർ വേടനെ ഇന്നലെ കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേടനെ ഇത്തരത്തിൽ നമുക്കറിയാം യുവാക്കളെയൊക്കെ ഏറെ ആകർഷിച്ച ഒരു റാപ്പർ തന്നെയാണ്, റാപ്പർ സംഗീതജ്ഞനാണ് വേടൻ. വേടൻ്റെ ചില പാട്ടുകളൊക്കെ ഞാൻ പുലയനല്ല, പാണനല്ല, നീ തമ്പുരാനുമല്ല, അതുപോലെ തന്നെ കടലമ്മ, അങ്ങനെയുള്ള നിരവധി പാട്ടുകൾ, മാത്രമല്ല മഞ്ഞുമൽ ബോയ്സിലെ പാട്ടുകൾ, ഇത്തരത്തിൽ സമൂഹത്തിനെ വളരെ ഒരു ആകർഷിക്കുന്ന തരത്തിലുള്ള സോങ്ങുകളാണ് പലപ്പോഴും. ലിറിക്സുകളൊക്കെ വേടൻ്റെ വളരെ മനോഹരമായ ലിറിക്സുകളാണ്, ഒരുപക്ഷെ നല്ല കവിതകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയൊരു കലാകാരനാണ് ഇന്നലെ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതേ വേടൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എടാ മക്കളെ സിന്തറ്റിക് ഒന്നും ഉപയോഗിക്കല്ലേടാ, നിന്റെ അപ്പനെയും അമ്മയൊന്നും കരയിക്കല്ലേടാ എന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിനിടയിൽ വേടൻ ലഹരി ഉപയോഗത്തിനെതിരെ പ്രസംഗിച്ച വ്യക്തിയാണ് ഇന്നലെ പുകഞ്ഞിരിക്കുന്ന വേടനെ പോലീസ് പൊക്കിയെടുത്തുകൊണ്ട് പോയത്. അപ്പോൾ പുറമേ ഇവരൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവരെ ഈ പറഞ്ഞോണം ഉപദേശിക്കുകയും അവരെ നല്ല സന്ദേശമൊക്കെ നയിക്കുകയും ചെയ്തവർ തന്നെയാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാരണം എപ്പോഴും ഈ കലാകാരന്മാരിലോട്ട് ജനങ്ങൾ ഒരുപാട് ശ്രദ്ധ ചെലുത്തും. കാരണം അവരുടെ ആരാധന പാത്രങ്ങളാണ്, ആരാധകരേറെ ഉള്ളത് കലാകാരന്മാർക്കാണ്. അവരോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും ഒക്കെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്കാണെങ്കിലും കൗമാരപ്രായത്തിലുള്ളവർക്കാണെങ്കിലും യുവതലമുറകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ പറയുന്ന എന്തും ജനങ്ങൾ കേൾക്കുന്ന ഒരു ഭാഗം. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സർക്കാരിൻ്റെയൊക്കെ പല ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്കൊക്കെ മോഹൻലാലിനെയും മമ്മൂട്ടിയും മഞ്ജു വാര്യരെയൊക്കെ ഉൾപ്പെടുത്തുന്നതിന് കാരണം ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ വ്യക്തി പറയുന്നതിനേക്കാൾ അപ്പുറം ഇവർ പറയുന്ന ഓരോ വാക്കുകളും ജനങ്ങൾ ശ്രദ്ധിക്കും. അവരെയൊക്കെ ആരാധിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇത്തരത്തിൽ കലാകാരന്മാർ ഇങ്ങനെ സമൂഹത്തെ ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഇത് സമൂഹത്തിന് തന്നെയാണ് വലിയൊരു ദൂഷ്യം. അവരങ്ങനെ ഉപയോഗിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഉപയോഗിച്ച പ്രശ്നം? ഇപ്പോൾ വേടൻ, നമുക്കറിയാം വേടന് ഒരു പക്ഷേ കൊച്ചു കുട്ടികൾ മുതൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടി പോലും വേടൻ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാം. കാരണം ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ ഫോളോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വേടനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ വേടൻ്റെ ഒരു ഷോ, ഈ പറഞ്ഞോണമുള്ള ഒരു മ്യൂസിക് പ്രോഗ്രാം വന്നപ്പോൾ ഈ ഓടിൻ്റെ പുറത്ത് വരെ, മ്യൂസിയത്തിലല്ല നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ, ഓടിൻ്റെ പുറത്ത് വരെ ആൾക്കാർ ഇരുന്ന് കാണത്തക്ക രീതിയിലുള്ള തിരക്കും
തിക്കുമൊക്കെയായിരുന്നു. വേടൻ ഉത്സവങ്ങളിലൊക്കെ ഉത്സവാഘോഷങ്ങളിലൊക്കെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച ആ നാട്ടിലുള്ളവർ മാത്രമല്ല, മറ്റുള്ള നാട്ടും പ്രദേശത്തുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ഈ പ്രോഗ്രാമൊക്കെ കാണാനെത്തും. അത്രയ്ക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിൽ നിന്ന് വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സംഗീതജ്ഞൻ. പ്രത്യേകിച്ച് അയാളുടെ വരികൾ. ഒരുപക്ഷെ അയാൾ ഈ തരത്തിലുള്ള ഒരു സംഗീതം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാനും പറയും. കാരണം പണ്ട് ONV എഴുതിയതും ഒക്കെ ആയിട്ടുള്ള കവിതകൾ അന്നൊക്കെ ഇരുന്ന് കുട്ടികളും മുതിർന്നവരൊക്കെ ഇരുന്ന് വായിക്കും. അന്നൊക്കെ വായനാശീലമുണ്ടായിരുന്നു. ഇന്നൊന്നും വായനാശീലമില്ല. അപ്പം ഈ നാടോടുമ്പം നടുകെ ഓടണം അങ്ങനെ അത്തരത്തിലുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അത്തരത്തിൽ ഈ കുട്ടികൾ ഈ ഇൻസ്റ്റയും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഹരം പിടിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവർ ഈ പുസ്തകങ്ങൾ വായിക്കണമെന്നോ അല്ലെങ്കിൽ കവിതകൾ വായിക്കണമെന്നോ ഒന്നുമില്ല. അത്തരത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വേടൻ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഈ റാപ്പ് സംഗീതം എടുത്തത്. അവൻ ശരിക്കും വേടൻ ചെയ്തത് നല്ലൊരു കവിതയാണ്. ഇപ്പം പുള്ളിയുടെ ഈ ലിറിക്സുകൾ കേട്ടാൽ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്ന. അതിപ്പോൾ ഒരു ജാതിപരമായിട്ടുള്ള കവിതകൾ മാത്രമല്ല, രാഷ്ട്രീയത്തെ പരാമർശിച്ചുകൊണ്ടും വ്യക്തി ജീവിതങ്ങളെ പരാമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടും ലോകത്തെ തന്നെ ഗാസ പലസ്തീൻ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് യുദ്ധങ്ങളെയൊക്കെ വെച്ച് വേണം കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്നാണ് കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും വേടൻ്റെ പാട്ടൊക്കെ പടപടപടപടാന്നാണ് പാടുന്നത്. അത്രയ്ക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വേടൻ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കലാകാരന് സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ച് അവരുടേതായ ഒരു പോയിന്റ്, അവരുടേതായ ഒരു ആണിക്കൽ സൃഷ്ടിച്ചവരാണ് അവരൊക്കെ. അപ്പോൾ ഇനി അവരൊക്കെ എന്തോരം വളരാനിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങൾ വളരെ നല്ലതായിരിക്കണം. അവർ പറയുന്നത് എന്തും ജനങ്ങൾ കേൾക്കും. പക്ഷേ അവരിത്തരത്തിലാവുകയാണെങ്കിൽ പിന്നെ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന, ഇവരുടെയൊക്കെ പുറകെ നടക്കുന്ന യുവതലമുറയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഇവരെയൊക്കെയാണ് ആദ്യം നമ്മൾ തിരുത്തേണ്ടത്. നമ്മുടെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലാണ് ആദ്യം തിരുത്തേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് സിനിമാ പ്രവർത്തകരുടെ ഇടയിലും കലാകാരന്മാരുടെ ഇടയിൽ ചില സംഘടനകളൊക്കെ രൂപീകരിക്കുകയും സംഘടനകൾ ചില തീരുമാനങ്ങൾ പക്വതയോടുകൂടി എടുക്കുകയും ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഇവരിൽ നിന്നൊക്കെ അകറ്റി നിർത്തത്തക്ക രീതിയിൽ ചെയ്യണം. തക്ക ശിക്ഷ നൽകണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശിക്ഷ 1-2 പേർക്കൊക്കെ നൽകുമ്പോൾ പിന്നീടുള്ള വ്യക്തികൾ ഇതിൽ നിന്ന് മാറും. ഇങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പ്രശ്നങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ഞങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന ഒരു ഭയം. കാരണം ഒരു കലാകാരൻ പെട്ടെന്നൊന്നും ഉണ്ടാകുന്നതല്ല. അവന് ജന്മനാൽ കിട്ടുന്ന ഒരു കഴിവിനെ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. മത്സര ബുദ്ധിയോടാണ് ഓരോ കുട്ടികളും വളർന്നു വരുന്നത്. കലാകാരന്മാരെന്ന് പറയുന്നത് പണ്ടൊക്കെ അപൂർവമാണ്. പക്ഷെ ഇന്ന് എല്ലാ സൃഷ്ടിയിലും എല്ലാ കാര്യത്തിലും ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മത്സരം തന്നെയാണ്. ഈ ഒരു മത്സരത്തിനിടയിൽ വിജയിച്ച് നിൽക്കുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഒരു വിജയത്തിലെത്താൻ ഇവർ ചെയ്ത കഷ്ടപ്പാടുകൾ ഏറെയാണ്. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ടാണ് ഇവർ ഈ ലഹരിയിലോട്ടൊക്കെ ഈ കുറച്ച് നേരത്തേക്കുള്ള ഒരു സന്തോഷത്തിനോ സുഖത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരെ കർശനമായിട്ട് നിലപാടുകളിലൂടെ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നീട് വരുന്നവർക്ക് അത് വലിയ ഒരു ഭയമായിരിക്കും. മാത്രമല്ല ഈ ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ഈ പറയുന്നത് സിനിമാ പ്രവർത്തകരുടെ ഇടയിലൊക്കെ കുറച്ചുകൂടി ഊർജിതമാക്കുകയാണെങ്കിൽ വീണ്ടും അവരുടെ ഇടയിൽ ഈ ഒരു വിപണനവും അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് നടക്കില്ല. പലരും ഭയക്കും, ഞങ്ങളെ പിടിക്കും എന്നുള്ളൊരു ഓർമ്മ വരും. ഇത്തരത്തിലുള്ളവരെ അറിയുന്നവരാണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അത് പുറത്ത് പറയണം. ഡി-അഡിക്ഷൻ സെൻറ്ററിലാക്കണം, അവരെ അതിൽ നിന്ന് മുക്തരാക്കണം. കാരണം നാളെ നമ്മുടെ സമൂഹത്തിൽ ഒരു കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയാണ് നഷ്ടമാകുന്നത്. അത് നമ്മളും കൂടി അനുവദിച്ചുകൂടാ. എന്ത് തന്നെയാലും ഇപ്പോൾ ശ്രീനാഥ് ഭാസിയും ഈ പറഞ്ഞതുപോലെ ഷൈൻ ടോം ചാക്കോയും ഞങ്ങളെ ഈ പറഞ്ഞ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കേഴുകയാണ്. എന്തായാലും അവരെ ഡി-അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ആക്കട്ടെ. പക്ഷേ ഇതിന് മുന്നേയും ഡി-അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ പട്ടിയുടെ വാല് എത്ര നാൾ കുഴലിലിട്ടാലും നേരെയാവില്ല എന്നൊരു പഴമൊഴി പറയുന്നത് പോലെ ഇനി ഇവർ രണ്ടുപേരും ഡി-അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് വന്നാലും നേരെയാവുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതൊക്കെ കണ്ടറിയാം. കുറച്ചുകൂടി കലാകാരന്മാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഊർജിതമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം.